ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ശാസ്ത്രം അതിവേഗം വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് ഇന്ത്യ കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം സന്ദർശിച്ചു. രാജേന്ദ്ര ചോളൻ ചക്രവർത്തിയുടെ ജന്മവാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ ലോക്സഭ നാളെ ചർച്ച ചെയ്തേക്കും. സിന്ദൂറിന്റെ വിജയത്തിൽ സുപ്രധാന ഘടകമായത് തടസ്സമില്ലാത്ത സേവന സാമഗ്രികളുടെ വിതരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മഴ തുടരും. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ശാസ്ത്രം അതിവേഗം വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇപ്പോൾ ഒളിമ്പിക്സിലും ഒളിമ്പ്യാഡുകളിലും ഒരുപോലെ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങിയത് രാജ്യത്തിനാകെ അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളും ദ്രുതഗതിയിലുള്ള വളർച്ചാപാതയിലാണ്. 5 വർഷം മുൻപ് ബഹിരാകാശ മേഖലയിൽ 50ൽ താഴെ സ്റ്റാർട്ടപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ എണ്ണം 200-ലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 21वीं सदी के भारत में आज साइंस एक नई ऊर्जा के साथ आगे बढ़ रही है. कुछ दिन पहले हमारे छात्रों ने इंटरनेशनल केमिस्ट्री ओलंपियाड में मेडल जीते हैं. मैथ्स की दुनिया में भी भारत ने अपनी पहचान को और मजबूत किया है. ऑस्ट्रेलिया में हुए इंटरनेशनल मैथमेटिकल ओलंपियाड में हमारे स्टूडेंट्स ने 3 गोल्ड, 2 सिल्वर और 1 ब्रॉन्ज मेडल हासिल किया है. വസ്ത്രനിർമ്മാണ മേഖല രാജ്യത്തിന്റെ പ്രധാന ശക്തിയായി മാറിയിട്ടുണ്ടെന്നും സാമ്പത്തിക മേഖല എന്നതിലുപരിയായി രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതിനിധാനം കൂടിയാണ് ഈ മേഖലയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047-ലെ വികസിത ഇന്ത്യയിലേക്കുള്ള പാത സ്വാശ്രയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാനും വിൽക്കാനും പരമാവധി ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 11 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷനിൽ 4500-ലധികം നഗരങ്ങളും പട്ടണങ്ങളും കൂടി ഈ വർഷം പങ്കെടുക്കുന്നതോടെ ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എണ്ണമറ്റ ത്യാഗങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ദേശസ്നേഹികൾ അവരുടെ രക്തം കൊണ്ട് പരിപോഷിപ്പിച്ചതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം. വിഭജനത്തിന്റെ വേദന ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ഇഴചേർന്ന് നിൽക്കുന്നതിനാലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത ഓർമ്മ ദിനമായി ആചരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 अगस्त को लोकमान्य बाल गंगाधर तिलक की पुण्यतिथि होती. इसी महीने 8 अगस्त को गांधी जी के नेतृत्व में भारत छोड़ो आंदोलन की शुरुआत हुई थी. फिर आता है 15 अगस्त, हमारा स्वतंत्रता दिवस. लेकिन हमारी आजादी के साथ देश के बंटवारे की टीस भी जुड़ी हुई है. इसलिए हम 14 अगस्त को विभाजन विभीषिका स्मृति दिवस के रूप में मनाते हैं. ഗ്രാമങ്ങളിലും ദരിദ്രരിലും പെൺകുട്ടികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ ഒരു കായിക സൂപ്പർ പവറായി മാറ്റുക എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കായിക പഠനശാസ്ത്ര മേഖലകളിൽ നേട്ടം കൈവരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ശ്രീ മോദി പ്രശംസിച്ചു. രാജ്യത്തെ കോട്ടകൾ ഇന്ത്യയുടെ പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണെന്നും കോട്ടകൾ സന്ദർശിച്ച് അവയുടെ ചരിത്രം പഠിക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പുരാതന കയ്യെഴുത്തു പ്രതികളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അറിവുകളിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി. ഈ അസാധാരണ പൈതൃകം സംരക്ഷിക്കേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിലെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉത്സവങ്ങളും പാരമ്പര്യങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് നാഗപഞ്ചമി, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി ആശംസകളും നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 124ാം പതിപ്പിനെക്കുറിച്ചുള്ള പ്രതികരണം ആകാശവാണിയുമായി പങ്കുവയ്ക്കുകയാണ് കണ്ണൂർ സ്വദേശിയും ഗവേഷക വിദ്യാർത്ഥിയുമായ വിനത അശോക്. വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രോത്സാഹനം തരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ മുന്നേറ്റം എടുത്തു കാണിക്കത്തക്കതായിരുന്നു ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര. എല്ലാ മേഖലയിലും രാജ്യം കൈവരിക്കുന്ന മുന്നേറ്റം ലോകരാഷ്ട്രങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.
ഓപ്പറേഷൻ സിന്ദൂർ ലോക്സഭ നാളെ ചർച്ച ചെയ്തേക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ സംബന്ധിച്ച് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രത്യേക ചർച്ചയുണ്ടാകുമെന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതായി നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു. 16 മണിക്കൂറാണ് ലോക്സഭയിൽ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് ചൊവ്വാഴ്ച രാജ്യസഭയും 16 മണിക്കൂർ വിഷയം ചർച്ച ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയനിർണ്ണയത്തിൽ സുപ്രധാന ഘടകമായത് തടസ്സമില്ലാത്ത സേവനോപകരണ വിതരണമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വഡോദരയിലെ ഗതിശക്തി വിശ്വവിദ്യാലയത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനോപകരണ വിതരണത്തെ കേവലം വിതരണ പ്രക്രിയയായി മാത്രം കാണാൻ കഴിയില്ലെന്നും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഉൽപാദനത്തെയും ഉപഭോഗത്തെയും ബന്ധിപ്പിക്കുക വഴി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ലോജിസ്റ്റിക്സ്. കോവിഡ് വ്യാപന കാലത്തുൾപ്പെടെ രാജ്യം നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സേവനോപകരണ വിതരണം വലിയ മുതൽക്കൂട്ടായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിൽ മാൻസാദേവി ക്ഷേത്രത്തിലുണ്ടായ അപകടത്തിൽ 6ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രദേശത്ത് വൈദ്യുത പ്രവാഹം പടരുന്നുവെന്ന അഭ്യൂഹത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം. 20 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും അനുശോചനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിലയിരുത്തി. വഡോദരയിൽ ചേർന്ന അവലോകന യോഗത്തിൽ എംപിയും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തുടർന്ന് മന്ത്രി മൻ കി ബാത്ത് പരിപാടിയും ശ്രവിച്ചു. മുൻ രാഷ്ട്രപതിയും വിഖ്യാത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ വികസന മേഖലകളിൽ ഡോക്ടർ കലാം വഹിച്ച പങ്ക് നിർണായകമാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ രാഷ്ട്രപതിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വികസിതവും ശക്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ ഡോക്ടർ കലാമിന്റെ ചിന്തകൾ രാജ്യത്തെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഇന്ത്യയുടെ പ്രതാപത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. राजा चोला, राजेंद्र चोला, ये नाम भारत की पहचान और गौरव के पर्याय है. चोला साम्राज्य का इतिहास और विरासत ये भारत के वास्तविक सामर्थ्य का ट्रू पोटेंशियल का उद्घोष है. ചോള ചക്രവർത്തിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രധാനമന്ത്രി നാണയം പുറത്തിറക്കി. ചോള ചക്രവർത്തിയുടെ ജന്മനക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിലും അദ്ദേഹം പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസം ജോലി നേടാനുള്ള മാർഗ്ഗം മാത്രമാകരുതെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാവണം ലക്ഷ്യമെന്നും RSS മേധാവി മോഹൻ ഭാഗവത്. കൊച്ചിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംഘടിപ്പിച്ച നയസംവാദ നേതൃത്വ സമ്മേളനമായ ജ്ഞാനസഭയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതിന്റെ മഹത്വമാണ് വിദ്യാഭ്യാസമെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം, പൊന്നാനി, പാലപ്പെട്ടിയിലും വെളിയങ്കോട്ടും രൂക്ഷമായ കടലാക്രമണമുണ്ടായി. പ്രദേശത്തെ 2 വീടുകൾ തകരുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. കനത്ത മഴയിലും കാറ്റിലും പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. ജില്ലയിലെ 6 താലൂക്കുകളിലായി 105 വീടുകൾ ഭാഗികമായും തകർന്നു. മൂന്നാർ ദേവികുളം റോഡിൽ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. പമ്പാ നദിയുടെയും കക്കാട്ടാറിന്റെയും ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അവസാന ദിനമായ ഇന്ന് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 278 റൺസ് എടുത്തിട്ടുണ്ട്. 39 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറും 32 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ശാസ്ത്രം അതിവേഗം വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് ഇന്ത്യ കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി.
പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം സന്ദർശിച്ചു. രാജേന്ദ്ര ചോളൻ ചക്രവർത്തിയുടെ ജന്മവാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ ലോക്സഭ നാളെ ചർച്ച ചെയ്തേക്കും. സിന്ദൂറിന്റെ വിജയത്തിൽ സുപ്രധാന ഘടകമായത് തടസ്സമില്ലാത്ത സേവന സാമഗ്രികളുടെ വിതരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മഴ തുടരും. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.